ഹേയ്, നിങ്ങൾക്കൊരു സത്യം അറിയോ? ഫാറ്റ് ലോസ് ജേണി ചെയ്യുന്ന 90% ആളുകളും മൂന്നാമത്തെ ആഴ്ച കഴിയുമ്പോൾ ഫെയിലാവും. എന്തുകൊണ്ടാണ്? അതറിയാനായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം. നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ 75 ഹാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നേക്ക് 48th ഡേ ആണ്. അതായത് ഏകദേശം ഒരു 7th വീക്ക് ആയിട്ടുണ്ട്. ഈ 7th വീക്ക് ആയപ്പോഴാണ് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയതും ഇതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി വായിക്കാനിടയായത്. അപ്പോൾ ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ എപ്പോഴാണ് ഫെയിലാകുന്നത്? കൺസിസ്റ്റൻസി ഫെയിലാകും. നമ്മൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണമെന്നില്ല, പക്ഷെ നമ്മളൊരു റെജിമെന്റ് സെറ്റ് ചെയ്തു, നമ്മളൊരു വർക്കൗട്ട് പ്ലാൻ സെറ്റ് ചെയ്തു. വീക്കിലി 4 ഡേയ്സ് അല്ലെങ്കിൽ വീക്കിലി 3 ഡേയ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഡേയ്സ് സെറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ലൈക്ക് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ നമ്മൾ സെറ്റ് ചെയ്തു. ആ 3 ഡേയ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. ഇതിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഫെയിലായി, അതായത് നിങ്ങൾ ഒരു ഡേ സ്കിപ്പ് ചെയ്താൽ തന്നെ 60% നിങ്ങൾ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നമ്മൾ മാക്സിമം ഈ നമ്മുടെ ഒരു ഫാറ്റ് ലോസ് ജേണി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡേയ്സ് ഉണ്ട്. അതായത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, ഏത് ഡേയ്സ് ആണോ നിങ്ങൾ വർക്കൗട്ടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽത്ത് നോക്കാൻ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഡേയ്സിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. എന്ത് വില കൊടുത്തും നമ്മുടെ ഹെൽത്ത് പ്രിയോറിറ്റി ആയിക്കണ്ട ആ ഡേ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മളൊരു 3 വീക്സ് 4 വീക്സ് അത് നമ്മൾ ഓവർകം ചെയ്ത് നമുക്കൊരു സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഓവർകം ചെയ്ത് വന്നാൽ നമ്മൾ ഫാറ്റ് ലോസ് ജേണിയിൽ സക്സസ് കണ്ടെത്താനുള്ള സാധ്യത 90% ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന മറ്റൊരു സുഹൃത്തിന് നിങ്ങൾ പ്ലീസ് ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.